ഒരു 5 വയസ്സുള്ള പെൺകുട്ടി വളർന്ന് 5 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അമ്മയായി മാറുന്നതുവരെയുള്ള ജീവിത കാലഘട്ടത്തിനിടയിൽ അവൾ അനുഭവിക്കുന്ന നാനാ തരത്തിലുള്ള സംഘർഷങ്ങളുടെ ചലച്ചിത്രാവിഷ്കാരം എന്ന നിലയിൽ ഈ സിനിമ കേരള സമൂഹം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. I would like to invite Auseppachan sir and C.B. Malayil sir for the audio release. ഇങ്ങനെയൊരു സിനിമയെ ഇത്ര സദുദ്ദേശപരമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സിനിമയെ പലപ്പോഴും അതിനെ പുറകോട്ട് വലിക്കുന്ന പ്രധാന ഘടകം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടാണ്. ഇവിടെ ഈ ഒരു സിനിമയ്ക്ക് ഇത്തരത്തിലുള്ളൊരു പിൻബലമായി സോഹൻ റോയിയെ പോലെ എരീസ് ഗ്രൂപ്പ് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഈ ഒരു സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഇതിൻ്റെ പിന്നണിക്കാർ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളും അത് വിജയത്തിലെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു ദിവസം ഇതിൻ്റെ എഴുത്തുകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ സുരേഷ് ബാബു എന്നെ വിളിച്ച് ഈ സിനിമയുടെ ഒരു ചെറിയ കഥാരൂപം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. വീണ്ടും വിളിച്ചു. അതിൻ്റെ ഫുൾ കഥ എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞപ്പോൾ നാച്ചുറലി എനിക്ക് വളരെ ഇഷ്ടമായി. അതിൻ്റെ ക്ലൈമാക്സ് പറഞ്ഞു കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് ഒരു റെസ്പോൺസും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇതിൽ ഔസേപ്പച്ചൻ സാർ സംഗീതം ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ മിണ്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആ ബഡ്ജറ്റിനെ കുറിച്ചിട്ടല്ല ആലോചിച്ചത്, അതിൻ്റെ ക്ലൈമാക്സ് അത് അത്രമാത്രം നമ്മളുടെ ഹൃദയത്തിൽ തട്ടിപ്പോയതുകൊണ്ട് എനിക്ക് വാക്കുകൾ കിട്ടിയില്ല. എൻ്റെ ഹൃദയം എൻ്റെ തൊണ്ട ചോക്ക് ചെയ്തിട്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റാഞ്ഞത്. അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ എല്ലാ സഹകരണവും പ്രതീക്ഷിക്കാം. ഇതിൽ പ്രതിഫലേച്ഛ ഇല്ലാതെ കണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളീ കാണുന്ന പോലത്തെ ഒരു പോസ്റ്ററും ജലം എന്ന ടൈറ്റിലും കണ്ടാൽ തീർച്ചയായിട്ടും ഞാൻ സിനിമയ്ക്ക് കയറും. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സിനിമയാണ്. ഇപ്പോൾ ഔസേപ്പച്ചൻ പറഞ്ഞതുപോലെ അതിൻ്റെ ക്ലൈമാക്സ് ഇപ്പോൾ എനിക്ക് അത് കാണാൻ ഭയങ്കര തിടുക്കമായി. കാരണം അത് അത്രയ്ക്ക് നന്നായിരിക്കണം എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും 4 പാട്ടും അതിനെക്കുറിച്ചും പറഞ്ഞ് വ്യത്യസ്തമായ രഘുപ്രിയ രാഗം വരെയുള്ള 4 പാട്ട്. ഈ ചിത്രം തീർച്ചയായും വിജയിക്കും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ചിത്രം ചെയ്യുന്നത്. ഇതിൻ്റെ കഥാപരമായ പ്രാധാന്യവും ആ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യവും തന്നെയാണ് ഈ ചിത്രം ചെയ്യണം എന്നുള്ളൊരാഗ്രഹം, അഭിനയിക്കണം എന്നുള്ള വീണ്ടുമുള്ള ആഗ്രഹം എന്നിലേക്ക് വന്നതും അതിൻ്റെ കഥാപരമായ പ്രാധാന്യം തന്നെയായിരുന്നു. മലയാളത്തിൽ വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് അക്കാഡമി അവാർഡ്സിൻ്റെ നോമിനേഷൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലെങ്കിലും വരിക എന്നുള്ളത്. തീർച്ചയായിട്ടും വളരെ ചെറിയ ചിലവിൽ നല്ലൊരു സിനിമ എടുത്ത എല്ലാവർക്കും ഞാൻ അതിൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ഫോർമുലകളിലേക്ക് ചാടി ഏത് തരത്തിലുള്ള ആഘോഷം, ഏത് തരത്തിലുള്ള തീമുകൾ മാത്രമാണ് മലയാളി സ്വീകരിക്കുക എന്ന് പറഞ്ഞ് ഇവിടെയുള്ള മറ്റുള്ളവർ നിശ്ചയിക്കുന്ന ദൃശ്യത്തിൻ്റെ ഒരു ബോധത്തിലേക്ക് സിനിമകൾ ഉണ്ടാക്കി പടച്ചു വിടുന്ന ഒരു കാലത്ത് ഇങ്ങനെ മാറി ചിന്തിക്കാൻ ധൈര്യം കാണിക്കുകയും അതിൽ ഇത്രയും പാഷനായിട്ടായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു പ്രസൻസാണ് എനിക്കന്ന് ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും ഇതുപോലെ ഒരു നന്മ മനസ്സിൽ കണ്ട് അത് ഒരു റിയൽ സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഭാഗമായിട്ട് ഒരു കോർപ്പറേറ്റ് ഹൗസ് ആദ്യമായിട്ട് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആവുന്ന ഒരു സിനിമയായിരിക്കും ജലം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏരിയസ് ഗ്രൂപ്പിന് പിന്നാലെ കേരളത്തിലുള്ള മറ്റ് വലിയ കോർപ്പറേറ്റുകൾ ഇതുപോലെയുള്ള സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പരീക്ഷണ ചിത്രങ്ങൾ, ഓഫ് ബീറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്യാനും അത് കഥ കേട്ട് കഴിഞ്ഞാൽ അഭിനയിക്കാനും നിർമ്മിക്കാനൊക്കെ ഒരുപാട് എല്ലാവരും മടിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആ സമയത്ത് ഇതുപോലുള്ള നല്ല കഥ കിട്ടിയാൽ അത് പല സൂപ്പർ ഹിറ്റുകളും ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വളരെ കമേഴ്ഷ്യലായിട്ടുള്ള ജഗപൊക പടങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാവുന്ന സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള പപ്പേട്ടനെ പോലുള്ളവർ
ഇത്തരത്തിലുള്ള സിനിമകളും ചെയ്യാൻ തയ്യാറായതും അത് നിർമ്മിക്കാനായിട്ട് സോഹൻ റോയെ പോലുള്ള വ്യക്തികൾ വന്നതും അതിൽ അഭിനയിക്കാനായിട്ട് ഫ്രീ ആയിട്ട് അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ട് വളരെ പോപ്പുലറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തയ്യാറാകുന്നതൊക്കെ നല്ലൊരു പ്രവണതയാണ്. ഈ സിനിമയുമായി ചിലവഴിച്ച വളരെ ചുരുക്കം ചില ദിവസങ്ങൾ, ആദ്യത്തെ 14 ദിവസങ്ങൾ എല്ലാവരും ചിന്തിച്ചിരുന്നത് അവരവരുടെ ഭാഗത്തു നിന്നും എങ്ങനെ കൂടുതൽ ഈ സിനിമയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു. അങ്ങനെ ആത്മാർത്ഥമായ ഒരു സമീപനം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഈ സിനിമയോട് ഉണ്ടായിരുന്നു. ഒരു മലയാള സിനിമയുടെ 1/10 ബഡ്ജറ്റിൽ ചെയ്യുന്ന ഒരു സിനിമയെ 10 ഇരട്ടിയിൽ ചെയ്യുന്ന ഒരു സിനിമയുടെ ലെവലിലേക്ക് കൊണ്ടുപോകുക, അത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതിൻ്റെ ലൈഫ് ഒരു 5 വർഷമെങ്കിലും കൊണ്ടുപോകണം പല ഫെസ്റ്റിവലുകളിലൂടെ. കാര്യം ഡാം ട്രിപ്പിൾ നയൻ ഇന്നും 5 വർഷത്തിന് ശേഷവും ഫെസ്റ്റിവൽസിലൂടെ പോകുന്നതുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. ഇതൊരു 50 ഫിലിം ഫെസ്റ്റിവൽസിലെങ്കിലും വേൾഡ് വൈഡ് പോകേണ്ടിയിരിക്കുന്നു. ജലം എന്ന് പറയുന്ന ഈ സിനിമ ഒരു വഴികാട്ടിയാണ്, അല്ലെ ചൂണ്ടുപലകയാണ്. CSR മൂവി, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ CSR ലെവലൊരു മൂവി എന്നുള്ള ഒരു ലേബൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയുണ്ട്, 2% ഓഫ് ദ പ്രോഫിറ്റ് ഈ കോർപ്പറേറ്റ് ഫേംസ് എല്ലാം CSR ആക്ടിവിറ്റീസിന് കൊടുക്കണമെന്നുണ്ട്. അത് ഇപ്പോൾ സിനിമ അതിനുള്ളിൽ പെട്ടിട്ടില്ല. ഈ ഒരു ചിത്രം ഒരു മാതൃകയാക്കി എടുത്തു കാണിച്ചുകൊണ്ട് സിനിമയെയും ഈ CSR ആക്ടിവിറ്റീസിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നൂറുകണക്കിന് കോർപ്പറേറ്റ് ഫേംസ്, പക്ഷേ ആയിരക്കണക്കിന് കോർപ്പറേറ്റ് ഫേംസ്, പൊട്ടൻഷ്യൽ കോർപ്പറേറ്റ് ഫേംസിന് തീർച്ചയായിട്ടും അവരുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം സിനിമ പോലുള്ള മേഖലകളിലേക്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ, മൂവി ഫോർ എ കോസ് ഒരു ഡെബ്യൂ വെഞ്ചർ നടത്തുന്ന, ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു വ്യക്തി എപ്പോഴും ഒരു നിർമ്മാതാവിനെ കിട്ടുവാനായി അലയുമ്പോൾ അതിനൊരു കൈത്താങ് പോലെ, അതൊരു ഷോർട്ട് ഫിലിം ആവാം, ഒരു ഫീച്ചർ ഫിലിം ആവാം, ഒരു ഡോക്യുമെൻ്ററി ആവാം. അവിടെയാണ് ഈ CSR ആക്ടിവിറ്റി, CSR ഫണ്ടിൻ്റെ ഒരു ആവശ്യകത വരുന്നത്. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ എനിക്കാകെ ഒന്നേ പറയാനുള്ളൂ, ഈ സിനിമ കണ്ട ഏതെങ്കിലും ഒരു പ്രേക്ഷകൻ ഈ സിനിമ അദ്ദേഹത്തെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വന്ന് പറഞ്ഞാൽ, ആസ് എ പ്രൊഡ്യൂസർ ഐ വിൽ മേക്ക് ഷുവർ ദ ടിക്കറ്റ് ചാർജ് വിൽ ബി പെയ്ഡ് ബാക്ക് വിത്ത് കോമ്പൻസേഷൻ. ഇടുക്കിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പോയപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഏതാണ്ട് 250ഓളം കുടുംബങ്ങൾ കുടിയിറക്കപ്പെട്ട് റോഡ് സൈഡിൽ കഴിയുകയാണ്. അവർ സമരത്തിലാണ്. അവർക്ക് വലിയ വലിയ ആഗ്രഹങ്ങളോ ഒന്നുമില്ല. അവർക്ക് കയറി കിടക്കുവാൻ വേണ്ടി വലിയ ബംഗ്ലാവുകളുടെ ഒന്നും ആവശ്യമില്ല. ഒരു ചെറിയ തുണ്ട് ഭൂമിയും ഒരു ചെറിയ കൂരയും മാത്രം മതി അവർക്ക് കഴിയാൻ. അതില്ലാതെ റോഡ് സൈഡിൽ ഒരു ചെറിയ മറ കെട്ടിയാണ് അതിനകത്ത് പലരും കഴിയുന്നത്. ആ മറയ്ക്കുള്ളിൽ 10 മരണങ്ങൾ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ചിത്രം ഒരു സാധാരണ മലയാള സിനിമയുടെ വിജയം നേടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മലയാളി ഇതിനെ കഴിയാതെ സാധാരണ ഒരു സിനിമ പോലെയെങ്കിലും എടുത്തു കഴിഞ്ഞാൽ, ഈ 250 കുടുംബങ്ങൾക്കും കയറി കിടക്കാൻ ഇടമുണ്ടാകും. അതാണ് ഈ ചിത്രം ലക്ഷ്യമിടുന്നത്. അത് സാധിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇത് നിങ്ങളിലൂടെ നിങ്ങളെല്ലാവരും ആ സംരംഭത്തിന്, ആ കുടിൽ നിർമ്മിക്കുവാൻ ഒരു ചുടുകട്ടയെങ്കിലും നമ്മളുടേതായി കൊടുക്കുവാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ഒരു ടിക്കറ്റിലൂടെ അത് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. ഇവിടെ എത്തിച്ചേർന്നവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.